വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് സ്പെഷ്യൽ സൺഡേ ലഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയട്ടെ, ഇതിലൊരു സാധനം പോലും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഷോപ്പിലായിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യില്ല എന്നല്ല കേട്ടോ, എന്നാലും ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് വേഗം പ്ലേറ്റ് ചെയ്യാം. മണി 2 എനിക്ക് വീണ്ടും ഷോപ്പിൽ പോകണം 2:30 ആകുമ്പോഴേക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പം നല്ല ചൂട് കുത്തരിച്ചോറ്, നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. അപ്പം ചോറ് ആദ്യം വിളമ്പി. പിന്നെ കഴിഞ്ഞ ദിവസം ഹെരിവേലിൽ മണിച്ചേട്ടൻ്റെ കടയിൽ പോയപ്പോൾ നല്ല പാവയ്ക്ക ഇരിക്കണം. അപ്പം ഞാൻ പാവയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നു. എൻ്റെ അമ്മ അതേ കണ്ട, അധികം എണ്ണയൊന്നും ഇല്ലാതെ പാവയ്ക്ക. എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ടത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. സാധാരണ അമ്മ കുറേ എണ്ണയിട്ടാണ് കുക്ക് ചെയ്യാറ്, പക്ഷെ ഇപ്പം അമ്മ എണ്ണ കുറച്ച് കുക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ അതേ മുട്ടയും മുരിങ്ങയിലയും കൂടെ. ഞാൻ കുറേ നാളായിട്ട് ഇലക്കറി കഴിച്ചിട്ട്. ശരിക്കും ഇലക്കറി നല്ലപോലെ കഴിക്കണം. ഒരു വീക്കിലി ട്വൈസും ഒക്കെ കഴിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഉപ്പേരി നമ്മൾ വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വിളമ്പാനുള്ളത് വീണ്ടും ഇലക്കറി തന്നെ. നല്ല മുരിങ്ങയില പരിപ്പിട്ട് വെച്ച കറി. ഇതെല്ലാം പ്രഭാമ ഉണ്ടാക്കിയതാട്ടോ. ശരിക്കും ഈ വ്ളോഗ് മൊത്തം പ്രഭാമയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത്. ഫുഡ് വ്ളോഗർ പ്രഭ എന്ന് അമ്മ അവിടെ നിന്ന് പറയാം. മുരിങ്ങയിലല്ല പച്ചച്ചീരയാണ്. സോറി, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. ഞാൻ ഈ പരിസരത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്ന് കണ്ടത്. അപ്പോൾ എനിക്ക് മുരിങ്ങയിലായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായതാണോ? ഇവിടെ ഉണ്ടായ പച്ചച്ചീരയാണേ. പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളകുണ്ട്. കൊണ്ടാട്ടം മുളകുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് എന്തെടുക്കണം? നമ്മുടെ മിൽക്കി മിസ്സിൻ്റെ കട്ടത്തൈര്. പാത്തുക്കുട്ടം വന്നിട്ടുണ്ട്. അവിടെ എന്താ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ, അങ്ങനെ ആവുമെന്നറിയില്ല. കേക്ക് ഉണ്ടാക്കുവാണ്. ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം വിളമ്പിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇനിയുള്ളത് ചക്കക്കൂട്ടാനാണേ. ചക്ക പുഴുക്കോല വെച്ചതായിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ പ്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ രതീഷേട്ടൻ നമ്മൾ രാവിലെ ചിക്കൻ കറി വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആഹാ, കൊള്ളാലേ. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ കറി വിളമ്പാം. ചിക്കൻ കറി ഇവിടെ വിളമ്പാം. ഒരു പീസ് ചിക്കൻ എടുത്തിടാം. പണ്ട് രേഷേൻ്റെ അച്ഛനുള്ള സമയത്ത് അമ്മ ഒരുപാട് ഇങ്ങനെ വേവിച്ച് ചിക്കൻ കറി കൊടുത്തിട്ടായിരുന്നു. ഇപ്പം അത്രയും വേവിക്കണം കേട്ടോ. പണ്ട് ഇങ്ങനെ അച്ഛന് കഴിക്കാൻ വേണ്ടി നല്ലോണം വേവിക്കുമായിരുന്നു. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. എല്ലാം നമുക്ക് കൈ നിറയാതെ പ്ലേറ്റിൻ്റെ മുമ്പിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും ഊണ് കഴിക്കാൻ. നിങ്ങൾക്കെങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് എല്ലാം. നമുക്ക് പെട്ടെന്ന് ഊണ് കഴിക്കാം. പെട്ടെന്ന് ഷോപ്പിൽ പോവാം. ഒരാൾ പൊങ്ങി വരുന്നുണ്ടേ. കേക്ക് ഉണ്ടാക്കിയോടാ? ഞാൻ പാവയ്ക്ക വെച്ചു എന്ന് പറയണ്ട. ഞാൻ പാവയ്ക്കാന്നല്ല, എല്ലാം കഴിക്കണം. ശരിക്കും അമ്മമാരുടെ ടേസ്റ്റ് ചെയ്ത പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര അടിപൊളിയാണ്. ആഹാ, നമുക്ക് എല്ലാം കൂടെ ചേർത്തൊരു പിടിക്കാം. എല്ലാം എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ആഹാ, കിട്ടുന്ന സൺഡേ ലഞ്ച്. ഇന്നലത്തെ ലഞ്ച് ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിരുന്നതാണ്. ഇന്നലെയും കാറിലിരുന്ന ലഞ്ച് കഴിച്ചത്. ഇന്നലെ നമ്മൾ വൈറ്റിലയിലുള്ള നക്ഷത്ര കാറ്ററിങ്ങിൽ നിന്ന് ബീഫും പിന്നെ തന്നെ മേടിച്ച് മീൻ പീരയും ഒരു പരിപ്പ് പായസം മേടിച്ചു. ബാക്കി ലഞ്ച് കൊണ്ടായിരുന്നു. സൈഡിൽ ഒതുക്കിയിട്ട് കഴിച്ചു. ബീഫ് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല മീൻ പീരയായിരുന്നു. നല്ല പരിപ്പ് പായസമൊക്കെ ആയിരുന്നു. പൊന്നുവിന് ബീഫ് ഇഷ്ടമായിരുന്നു അല്ലേ? എനിക്ക് അതിനും ഇഷ്ടമായത് ഏത് ബീഫാന്ന് പറഞ്ഞാൽ, പണ്ടൊരു പ്രമോ എന്ന ബീഫല്ലേ, ആ കുണ്ടന്നൂർ സ്ഥലത്ത് മേടിച്ചേ, അവരുടെ കിട്ടില്ല ബീഫായിരുന്നു. അവരാരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 240 രൂപ ബീഫിനും 180 ചോറിനും 140 ചോറിനുമാണ് തിരിഞ്ഞു പോയി ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നോട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് 180 ബീഫിനും 240 മത്തിച്ചോറിനും പൊതിച്ചോറിനും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നോട് ഒരു ചേച്ചി, ഒരു സ്റ്റാഫാണ് അവിടുത്തെ പറഞ്ഞത്. എനിക്ക് കൺഫേം ആയിരുന്നില്ല. അവർ വേറെ മെനു ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഞാൻ കൊടുക്കുക ചെയ്തതേ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഈ സൺഡേ ലഞ്ച് ഒന്ന് ആസ്വദിച്ച് കഴിച്ചു തീർക്കട്ടെ. ക്യാമറമാനും കൊടുക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.